അവറാച്ചൻ എന്ന വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ഈ സ്കിറ്റിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും വെറും സാങ്കല്പികമാണ്. ഇതാ യൂത്ത് സൺഡേ സ്കൂൾ ക്ലാസ് അവതരിപ്പിക്കുന്നു ഈ ലോകത്തിന് അനുരൂപം ആകരുത്. ഡു നോട്ട് കൺഫോം ടു ദിസ് വേൾഡ്. വരുന്നില്ലേ? നീ എവിടെ പോവാ? ഇന്ന് പ്രേരണമുണ്ട്. ഇന്നോ? എടി ഞാൻ രാവിലെ ചായ വെച്ചോട് നീ ഇതുവരെ ചായ ഉണ്ടാക്കി വന്നോ? ഇന്ന് പ്രയർ ഉണ്ടെന്ന് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതാണ്. ഏത് സമയം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന എടി ഇന്ന് എന്തായാലും ഞാൻ പോകുന്നില്ല. ഏത് സമയത്തും ഭയങ്കര അല്ലെ ആ ഏബിളൊക്കെ എന്തോ ഒച്ചത്തിലെ പാടുമെന്നറിയോ? മനുഷ്യന് സമാധാനത്തിന് ബാക്കിയിരുന്ന് ഉറങ്ങാൻ ഒക്കത്തില്ല. ഇന്നെന്തായാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. നേരം വെളുത്താൽ ഒരു ചായ ചോദിച്ചിട്ട് അവൾക്ക് അതിന് സമയമില്ല. പ്രാർത്ഥനയ്ക്ക് പോവാ. പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇന്നെന്തായാലും വരുന്നില്ല. പാസ്റ്റർ ഒന്നും വിളിക്കത്തില്ലെന്ന്. ജോലി തിരക്കെന്നു പറഞ്ഞ പോലെയാണ്. ഹലോ പാസ്റ്ററേ. പാസ്റ്റർ 100 ആയുസ്സാണ്. ഞാൻ എപ്പോ അവളോട് പാസ്റ്ററിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ പാസ്റ്ററെ. അതെയോ? പാസ്റ്ററെ എന്തോ പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞ മെസ്സേജിന്റെ ദൂതുകൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് വായിക്കുമെന്ന് ഓർമ്മയുണ്ടോ? പാസ്റ്ററെ എല്ലാം ഈ കുറുക്കി കൊള്ളിക്കുന്ന വാക്യങ്ങളല്ലേ? പിന്നെ പാസ്റ്ററെ ഇന്ന് എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ. അതെന്താ പറ്റിയോ ജോയോ? പാസ്റ്ററിന്റെ കാലൊരു മുഖക്കുരു ഉണ്ടോ എന്നൊരു സംശയം പാസ്റ്ററെ. വരും. അതെ പാസ്റ്ററെ. ദൈവം പെട്ടെന്ന് വിടുതൽ നൽകട്ടെ. ഓക്കേ പാസ്റ്റർ. എന്നാൽ പിന്നെ സിസ്റ്ററേയും പിള്ളാരെയും ഞാൻ വന്ന് പിക്ക് ചെയ്യാം. തീർച്ചയായിട്ടും പാസ്റ്റർ. പിന്നെ പാസ്റ്ററെ സമയം കിട്ടും വരെ ആ മെസ്സേജ് ഒന്ന് റെക്കോർഡ് ചെയ്ത് അയക്കണേ. ഓക്കെ പാസ്റ്റർ. ഓക്കെ പാസ്റ്റർ. സ്തോത്രം. എന്ത് വലിയ സമാധാനം. രാവിലെ തുടങ്ങി ഈ ഫോൺ നോക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് പോലും ആരാധന കുടുംബയോഗത്തിന് പോലും സമയമില്ല. ഏത് നേരം ഇതിനകത്ത് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നോ? യൂട്യൂബിൽ നോക്കിയാലും നമുക്കിപ്പോ ഇഷ്ടം പോലെ മെസ്സേജ് കാണാൻ നോക്കുന്നേ. എന്നാ ജോലിക്ക് സമയമുണ്ടോ? അതിന് പിന്നെ ഭാഷ വേണ്ടേ? ഇനി ജോലിക്ക് പോയി കഴിഞ്ഞിട്ടോ പിന്നെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് സമാധാനം സ്വസ്ഥത തരത്തില്ലെന്ന് നിലവിളിച്ചോണ്ടിരിക്കും. പിന്നെ 2 മണിക്കൂർ ബാത്റൂമിൽ കയറിയിരിക്കും. ഈ ബാത്റൂമിനകത്ത് ഒരു CCTV ക്യാമറ കൂടെ വെക്കണം. എന്താണോ ചെയ്യുന്നത് ദൈവത്തിനറിയാം. ബാത്റൂമിൽ ഇരിക്കുക മനസമാധാനത്തിന് എനിക്ക് ഇരിക്കണ്ടേ എവിടെയെങ്കിലും? ഇങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ദൈവത്തിന്റെ വരവ് വരുമ്പോ അവിടെ ഇരുന്നോണം. ഈ സ്വർഗവും നരകമൊന്നും ഇല്ലടി. പണം ഉണ്ടെങ്കിൽ സ്വർഗം, അല്ലെങ്കിലോ നരകം തന്നെ. എന്തായാലും നിങ്ങൾ എന്തായാലും കൊള്ളാം. ദൈവം വരുമ്പം ഇങ്ങനെ തന്നെ പറയണം. ഓക്കെ. നീ എന്തായാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. ഞാൻ എങ്കിൽ പോവാം. എന്റെ ഫോണിൽ വിളിച്ചിട്ട് പോ. ഞാൻ പോവാണേ. നേരം വെളുത്താൽ നമ്മൾക്ക് സമയമില്ല. പ്രാർത്ഥനയ്ക്ക് പോവാ. പ്രാർത്ഥനയ്ക്ക് ഇനിയും വേണോ സമാധാനത്തോടെ എനിക്കൊന്ന് ഉറങ്ങാൻ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ഉണ്ടാകുകയും ചെയ്യുമെന്ന് മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതെങ്കിലും തീയതെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസ്ഥത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അയ്യോ ഞാൻ എവിടെയാ? എനിക്കൊന്നും കാണുന്നില്ലേ? അയ്യോ എൻ്റെ വീട്, എൻ്റെ വണ്ടി. ഞാൻ എവിടെയാ? പോളെ. ഇതെവിടെയാ സ്ഥലം? ഇത് നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊന്നുമല്ല. നമ്മുടെ ഭൂമിയോ നമ്മുടെ നാട് പോലത്തെ സ്ഥലമൊന്നുമല്ല. നമ്മള് പ്രസംഗത്തിലൊക്കെ കേൾക്കത്തില്ലേ ഈ സ്വർഗം എന്ന് കേൾക്കത്തില്ലേ? അങ്ങനത്തെ ഒരു സ്ഥലം. വണ്ടി വീടെല്ലാം അവിടെ കിടക്കുവാ പോളെ. അതൊക്കെ പോട്ടെ മരിച്ചില്ലേ? നമ്മൾ ഇനി നിത്യത്തിലേക്ക് പോകണ്ടല്ലേ നല്ലത്. വേണ്ട പോളെ, എനിക്ക് നാട്ടിൽ വെച്ച് നോക്കി തന്നെയായിരുന്നു. എനിക്കിവിടെ വേണ്ട പോളെ. നമ്മൾക്ക് അവരാശന് ഒരു പുതിയ അവസരം തന്നല്ലേ ദൈവം. നമുക്ക് പോകണ്ടല്ലേ നല്ലത്. നമുക്ക് അവിടെ സ്വർഗം അവിടെ ആരോ നിൽക്കുന്നല്ലോ. അത് നമുക്കൊന്ന് പോയി ചോദിച്ചിട്ടോ. അതെ ഇതേതാ സ്ഥലം? ഇതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വാതിൽ. ഇതാണ് സ്വർഗം. നമുക്ക് സ്വർഗത്തിലേക്ക് ഒന്ന് പോയാലോ? വേണ്ട പോലെ നാട്ടിൽ വെച്ച് നോക്കി തന്നെയായിരുന്നു. ഇനിയും എന്തോ നാളെ എനിക്ക് ജോലിക്ക് പോകണ്ടെന്നുള്ള സമാധാനം ഉണ്ട് പോലെ. നമ്മൾ ഇവിടെ വന്നില്ലേ? അവിടെ വരെ നമുക്ക് പോകുന്നതല്ലേ നല്ലത്. അല്ല പോലെ നമ്മൾ എന്തായാലും വന്നല്ലോണ്ട് അവിടെ ഒരു സ്ഥലം കാണുന്നുണ്ടല്ലോ. അവിടെ ഏതാ സ്ഥലം? അത് നരകം എന്നല്ലേ ചോദിച്ചേക്കുന്നത്? നരകോ? അല്ല അവിടെ പുക കാണുന്നില്ലേ? അവിടെ പുകയല്ലേ ഉള്ളൂ. അല്ല അവിടെ ബാർബിക്യൂ
പോളെ നമുക്ക് എന്തായാലും വന്നാൽ നമുക്ക് നമ്മുടെ കൂടെ പോയി നോക്കിയിട്ട് വരാം. അവരാച്ച ഞാൻ അങ്ങോട്ടില്ല അവരാച്ച. എനിക്ക് ജീവിതത്തിൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ആരാധിക്കാൻ പറ്റിയിട്ടില്ല, ദൈവത്തോടൊന്ന് കൂടി ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴെങ്കിൽ ദൈവം ഒരു അവസരം തന്നപ്പോ എനിക്ക് സ്വർഗത്തിലേക്ക് ഒന്ന് പോകണം. എന്നാലും ബാർബിക്ക് കൊടുത്ത് ഞാൻ എന്തായാലും അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാൻ ഇവിടെ നോക്കട്ടെ. ഓക്കെ ഓക്കെ അവരാച്ച. ശരി. ഓ ബാർബിക്ക് ഇതാണോ നരകം? ഹലോ, എന്നെ അറിയുമോ? അല്ല ഇത് നരകം തന്നെയാണോ? അല്ല ഞാൻ നാട്ടിൽ വെച്ചൊന്നും അല്ല കേട്ടത്, അതുകൊണ്ടാ. അല്ല പിന്നെ അല്ല ഞാൻ നാട്ടിൽ ഭൂമി വെച്ചിങ്ങനെ ഒന്നും അല്ല കേട്ടത്, അതുകൊണ്ട് എവിടെ എനിക്ക് അറിയത്തില്ല നരകമൊന്നും. അല്ല പാസ്റ്റർമാര് നാട്ടില് ഇവിടെ തീയാണ് പുകയാന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ ഒന്നും വേണ്ട. കുടിക്കാൻ എന്തോ വേണ്ട? സോഡ, സ്പ്രൈറ്റ്, ഫലൂഡ എന്തൊക്കെയാ പറഞ്ഞ എന്തായാലും മതി. ഒരു ഫലൂഡ. പിന്നെ രണ്ടെണ്ണം എടുത്തു കേട്ടോ. രണ്ടെണ്ണം എടുത്തു. അപ്പുറത്ത് വേറൊരു പുള്ളിയുണ്ട്, പുള്ളിക്കാർക്ക് ഒന്നും അറിയത്തില്ലേ. പിന്നെ ഹലോ, 12 സെല്ലല്ലേ സാറേ? മട്ടൻ ബിരിയാണി. ഓക്കെ പറഞ്ഞു സാറേ. അല്ല ഇവിടൊക്കെ ഭയങ്കര പുകയാ, ഭയങ്കര വല്ലാത്ത സ്ഥലമൊക്കെയാന്ന് പാസ്റ്റർമാര് പറയുന്നത്. പേടിച്ചു കളഞ്ഞു ഞാൻ. പേടിക്കാതെ, അങ്ങനെയൊന്നും പേടിക്കാതെ. ഉപദേശിമാരും ദൈവമക്കളും എല്ലാം ഓരോ തട്ടിപ്പും പറഞ്ഞ് ഇങ്ങനെ നടക്കും. ഹലോ ടൂറോ? അവിടെ സ്വർഗത്തിൽ പോകണ്ട സാറേ, അവിടെ ലഗ്യൂറുണ്ട്. ഒരു കാര്യം ചെയ്യാം, അയാൾക്ക് ഒരു 6000 ബൈക്ക് കൊടുക്കും. ഞാൻ പിന്നെ ഒന്നുമില്ല. അല്ല എന്റെ കൂടെ വേറൊരാളും അതിലുണ്ടേ. പുള്ളിക്കാരൻ ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും അറിയത്തില്ല, ഞാൻ ഒന്ന് പോയി വിളിച്ചോണ്ട് വരാം. അതെ അതെ, പുള്ളിക്കാരനെങ്കിൽ നാട്ടിൽ വെച്ച് ആരാധന പറഞ്ഞോണ്ടിരുന്നത്. എന്താ ഇവിടുത്തെ അറിയത്തില്ല, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം പുള്ളിയെ. ചിക്കൻ ഓവർ 2 എടുത്തോണ്ടേ, സ്പൈസി പുള്ളിക്കാരൻ സ്പൈസി ആളാ. ഓക്കെ. പോളെ ഞാൻ നരകത്തിൽ പോയായിരുന്നു. എന്റെ പോളെ അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം, നാട്ടിൽ വെച്ച് ഞാൻ ഇതുപോലത്തെ ആൾക്കാരെ കണ്ടിട്ടില്ല. ടൂറ് പോകുന്നു, അവിടുത്തെ എന്നോട് ഫലൂടെയൊക്കെ ചോദിച്ചില്ലേ, കുഴിമന്തി നോക്കി കേട്ടപ്പോ എന്റെ വയറ് ഞാൻ ഓർത്തൊന്നും പറഞ്ഞില്ല. എന്നാലും ആൾക്കാരുടെ സ്നേഹം നമുക്കൊന്ന് പോയി നോക്കണ്ടേ? ഇതൊക്കെ എനിക്ക് അവരുടെ തന്ത്രങ്ങളാ, ഇത് അവരൊന്ന് നോക്കണം. അയ്യോ അല്ല പോളെ, നാട്ടിൽ പോലും ഇതുപോലത്തെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ലേ, നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. ഇല്ല അവരച്ച, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരച്ഛന്റെ ജീവിതത്തിൽ ദൈവം തന്നെ ഒരു അവസരം, ഇത് നഷ്ടമാക്കില്ല. ഇല്ല പോളെ, നാട്ടിൽ വെച്ച് ഞാൻ ഇതൊക്കെ ഇനിയും വേണ്ട, നമുക്ക് സമാധാനത്തോടെ ഇവിടെ ഇരിക്കാന്. ഞാൻ എന്തായാലും സ്വർഗത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവരച്ഛൻ വരുന്നെങ്കിൽ വാ. ഇല്ല പോളെ, ഞാൻ അവിടെ വരെ ഒന്ന് പോവാ. എന്നാ ശരി, വിളിക്കുന്നു. ഓക്കെ പോളെ, നമുക്ക് വെച്ച് കാണാം കേട്ടോ. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും കഷ്ടവും ഇനി ഉണ്ടാകുകയില്ല. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. പുള്ളിയെ ഒത്തിരി നിർബന്ധിച്ചു ഞാൻ. എന്നാ പുള്ളിക്കാരൻ ആരാധന മതിയെന്ന്, പുള്ളിയെ വരുന്നില്ല. ഞാൻ ഒത്തിരി നിർബന്ധിച്ചു പുള്ളിയെ.
എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനേ. അടുത്ത പ്രാവശ്യം നമ്മൾ ശക്തിയോടെ കുറച്ച് നേരം തീർച്ചയായിട്ടും. അല്ല കുടിക്കാനൊന്നും തന്നില്ല. കുടിക്കാൻ നമ്മൾ എന്താ പറഞ്ഞു? എനിക്ക് പൊളൂടെ വേണ്ട, നാരങ്ങ വെള്ളം മതിയേ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, മ്ലേച്ഛന്മാർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവരും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയും അത്രേ. ഇവിടെ തീയാന്നേ, ഇവിടെ പോയാന്നേ. എനിക്കൊന്നും കാണുന്നില്ലേ? അയ്യോ, എന്റെ കുഴിമന്തി, എന്റെ ബാർബിക്യൂ വേണ്ട, എനിക്ക് ആരാധന മതിയേ. അല്ല, നീ പ്രാർത്ഥനയ്ക്കൊന്നും പോയില്ലേ? ഞാൻ നിങ്ങൾക്കെല്ലാം മാനസാന്തരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇതിനെന്താ ഇവിടെ നിലവിളിക്കുന്നത്? അല്ല, ഞാൻ എക്സസൈസ് ഒന്നും നോക്കിയതാ. അല്ല, ഞാൻ എവിടെയാ? പോളൊക്കെ എന്താ ജിമ്മിലായിരുന്നു കുറച്ചും പോയാല്. ഇതാരാ ഈ പോള്? നമുക്ക് ആരാധനയ്ക്ക് പോകാം. നിങ്ങളുടെ സമാധാനം തെറ്റിയോ? അല്ലടി, നമുക്ക് ആരാധന ഉപേക്ഷയായിട്ട് വിചാരിക്കാൻ പാടില്ലടി. ഇനി വെള്ളിയാഴ്ച നമ്മള് ഫുഡ് കൊടുക്കേണ്ട വാക്കാണ്, നമുക്ക് ആരാധനയ്ക്കാ പോകേണ്ടത്. ഞാൻ പറഞ്ഞല്ലേ വരണമെന്ന്. നിങ്ങൾക്ക് എന്തോ തരക്കാറ് പറ്റും. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചല്ലോ. വേണ്ടടി, ജിമ്മിൽ പോയി ശരിയായില്ലെന്ന് തോന്നി. ഞാൻ ആരാ നോക്കട്ടെ. വിളിക്കാൻ വരാനുള്ള സമയം. ചായ എടുക്കട്ടെ? കാപ്പി കിട്ടിയായിരുന്നെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞില്ലേ? സുഖമായിട്ടിരിക്കുന്ന പ്രാച്ച എന്നാ ഉണ്ട്? അവരാച്ച അവരച്ഛന്റെ കാലിങ്ങനുണ്ട് അവരാച്ച. കാലോ? സമയം കിട്ടുമ്പോഴേ എനിക്ക് ഈ ആഴ്ച 10 മിനിറ്റ് സമയം തരണം കേട്ടോ. പിന്നെന്താ നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ സാമം ഞാൻ ഈ ഇടയ്ക്കല്ലേ വന്ന് പ്രൊബേഷൻ. എന്തായാലും നമുക്ക് ഇങ്ങനെ പോയാൽ പോരാ പാസ്റ്റർ. ഒരു 2 സ്പീക്കർ നമുക്ക് മേടിച്ചു വെക്കണം കേട്ടോ. കേബിളൊന്നും പാടുന്നൊന്നും കേൾക്കുന്നില്ല. അല്ല, ഞങ്ങളുടെ കൂടെ ഫ്രണ്ടിൽ വന്നിരുന്നാ മതി. അതൊന്നും പോരാ, നമ്മൾ എങ്ങനെ പോയാൽ പാടില്ല പാസ്റ്റർ. എത്ര ആൾക്കാർ എവിടെ ചർച്ച പോകാതിരിക്കണമെന്ന് അറിയാവോ? നമുക്ക് ഇനി വേണം സുവിശേഷം പറയാനായിട്ട്. നമുക്ക് പോകാം. എന്തുവായാലും പാസ്റ്റർ, എന്നാ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ വീട്ടിൽ വരുവാനും ഈ പ്രിയപ്പെട്ടവരെ കാണുവാനും ഇടയാക്കിയനായി സ്തോത്രം. കർത്താവെ, അവറാച്ചിന് കൊടുത്ത വിടുതലിനായി സ്തോത്രം. നിന്റെ സ്നേഹത്താൽ നിറച്ച് കൃപയിൽ നടത്തണേ കർത്താവെ. നിന്റെ വീണ്ടും വരവേയും കർത്താവെ, അവറാച്ചിന്റെ കാലിനായി സ്തോത്രം. കർത്താവ്, നിന്റെ വീണ്ടും വരവരെയും ഞങ്ങൾ നിന്റെ മറവിൽ മറച്ചോണേ കർത്താവെ. ലോണ്ട് ഓട്ടം തികയ്ക്കുവാനും വിശ്വാസം കാക്കുവാനും സഹായിക്കണേ. എല്ലാത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം. ഓക്കേ അവറാച്ച, സ്തോത്രം. നമുക്ക് 2 സ്പീക്കർ മേടിക്കണേ. സ്തോത്രം. പ്രൊബേഷൻ പീരീഡ് മറക്കല്ലേ? ഓക്കേ, സമാധാനമായി. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ് us.